എല്ലാവർക്കും സലു സിമ്പിൾ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഓട്സ് ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം ഓട്സ് ഇതെടുത്തത് പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതായത് ഓട്സും ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉപ്പിട്ട വെള്ളമാണേ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കണം. അതായത് നമ്മുടെ ഒരു ചപ്പാത്തി പരുവല്ലേ ആ ഒരു രീതിക്ക് കുഴച്ചെടുത്താൽ മതി. അതായത് ഒരു ഹെൽത്തി ചപ്പാത്തി എന്ന് തന്നെ പറയാം. വെള്ളത്തിൻ്റെ അളവ് കൂടരുത് കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അതായത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ഭയങ്കര ഒരു സ്റ്റിക്കി പരുവായിരിക്കും. അപ്പം നോർമലി നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു രീതിക്ക് കുഴച്ചെടുത്താൽ മതി. അപ്പം ഞാൻ മാവ് ഇവിടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു നമ്മളൊരു 15-20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഈ സമയം നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 6 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 3-4 ഏലക്കായ, ഒരു 4 ഗ്രാമ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചു കൊടുക്കണം. അപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാനുള്ളത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. പിന്നെ ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 2 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരണം. അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ 3 ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളറുള്ള ടൊമാറ്റോ വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാനായിട്ട്. ടൊമാറ്റോയും കൂടി ഇട്ട ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ സവാളയും ടൊമാറ്റോ എല്ലാം മിക്സായി വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. 2 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വരും. ഇത്രയല്ല, ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നല്ല തണുത്തിട്ടേ നമ്മളിത് അരച്ചെടുക്കാവൂ. പക്ഷേ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഒരുമാതിരി തണുത്തതേ ഉള്ളൂ, നല്ലതുപോലെ ഒന്നും തണുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ അടിച്ചെടുക്കുമ്പം തണുത്തിട്ട് അരിച്ചെടുത്താൽ മതി കേട്ടോ. അടിച്ചെടുത്ത ശേഷം നമുക്കിതൊരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചു കൊടുക്കാം. അപ്പോൾ ഭയങ്കര കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ചേർത്തിട്ട് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മളുടെ ആ ഒരു അരപ്പ് റെഡി ആയിട്ടുണ്ടേ. ഞാനിവിടെ വലിയൊരു പാൻ എടുത്തിട്ട് വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബേ ലീഫ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. 1-2 ബേ ലീഫ് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാനൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 2 പച്ചമുളക് നെടുകെ കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കസൂരി മേത്തി, ഇത്രയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇതുപോലെ ഇളക്കിയ ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടി ഞാൻ ആ ബൗളിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് ഈ സമയത്താണ് വെള്ളം ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ്. മസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ ഫ്രഷ് ക്രീമും അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. മസ്റ്റായിട്ട് നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി എല്ലാം കൂട്ടിയിട്ട് ഒന്ന് യോജിപ്പിച്ച് വരണം. അപ്പോൾ ഇതിലേക്ക് ഉപ്പും മധുരവും ഒക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. നല്ല ഒരു തിള വരുന്ന സമയത്ത് ഞാനിവിടെ പനീർ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ചെറിയൊരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. 400 ഗ്രാമിൻ്റെ പനീറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഈ പനീർ കറിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അല്ലെങ്കിൽ നാനിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു കറിയല്ലേ. അപ്പം നല്ല ടേസ്റ്റുമാണ്. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ഞാനൊന്ന് ഒരു ബൗളിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. ഇനി മെയിനായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി എന്താണെന്ന് വെച്ചാൽ ഉലുവയില ഉണക്കിയതാണ് കേട്ടോ. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതും കൂടി ഇതിൻ്റെ മീതെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ഒരു ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അടിപൊളി ബട്ടർ പനീർ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ബട്ടർ പനീറാണ്, റെഡിയാണ് കേട്ടോ. അപ്പം ഞാനത് റെഡിയാക്കി വെച്ച ശേഷം നമുക്ക് ഇനിയിപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് മാവ് കുറേശ്ശെ എടുത്തിട്ട് നോർമലി നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ പരത്തി ചുടുന്നത് അതുപോലെ തന്നെ ചുട്ടെടുത്താൽ മതി. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇൻസ്റ്റൻ്റായിട്ട് പരത്തൽ ചുടൽ എല്ലാം ഒരുമിച്ച് തന്നെയാണ്. അതിപ്പോഴും പണ്ട് ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങിയ കാലം പോലെ അങ്ങനെ തന്നെയാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ്, ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചിട്ടാണോ തുടങ്ങുന്നത്, എങ്ങനെയാണെന്നൂടെ പറയേട്ടാ. പിന്നെ ആദ്യം നമ്മൾ ചുടുന്നത് ചിലപ്പം പൊങ്ങിന്ന് വരത്തില്ല. കാര്യം എന്താണെന്നറിയോ, ആ പാൻ ചിലപ്പം ശരിക്കും ചൂടായെന്ന് വരത്തില്ല കേട്ടോ. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം വെപ്രാളത്തിന് ചെയ്യുന്നത് കാരണം ഇപ്പം അതായത് കണ്ട ഇതിപ്പോൾ അത്ര അങ്ങോട്ട് ചൂടായി വന്നിട്ടില്ല കേട്ടോ. ശരിക്കും പാൻ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ചൂടാവണമായിരുന്നു. പാൻ എപ്പോഴും ചപ്പാത്തി ഇടുമ്പോൾ നല്ല ചൂട് വേണം, എങ്കിൽ മാത്രമേ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ പനീർ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കാറുണ്ടോ? ഏത് രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഈ ഒരു ടൈപ്പിലെ ബട്ടർ പനീർ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഏത് കറിയാണ് കൂടുതൽ ഇഷ്ടം പറയണം കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ അത് കാസറോളിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെ ഇപ്പോൾ ഉള്ള ചപ്പാത്തിയെല്ലാം ഞാൻ ഇതുപോലെ തന്നെ പരത്തി ചുട്ടെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്.